ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരൂസ് ഹെൽത്ത് ആൻഡ് ടിപ്സ്. നമ്മുടെ കരിക്കകത്ത് അമ്പലത്തിലെ ഗാനമേളയാണ്. അപ്പോൾ ഇത് വെൺപാലോട്ടം ജംഗ്ഷനിലുള്ള ഗാനമേളയാണ്. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ അത് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഭയങ്കര നന്നായിട്ടുള്ള ഘോഷയാത്രയാണ്. ഒരുപാട് വർണ്ണശലഭമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ പല രൂപത്തിലുള്ളയും ഓരോ രൂപങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. കഥകളിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ലതായിരുന്നു കേട്ടോ, നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു ഇവർക്കൊക്കെ. ഇവരൊക്കെ ദേവിയുടെ കൂടെ അകമ്പടിയായിട്ട് ഒരുപാട് ദൂരം നടന്നു വരുന്നതാണ്. അപ്പോൾ കാലിൽ ചെപ്പലൊന്നും ഇടാണ്ട് അവരെത്രയോ ദൂരം നടന്ന് ഡാൻസ് കളിച്ച് കൊണ്ടുവരികയാണ്. ഓരോ ഇതിൻ്റെ കൂടെയും അവർ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചാണ് വരുന്നത്. ഇത് നന്നായിരുന്നു കേട്ടോ. ഈ ഗണപതിക്ക് എനിക്ക് തോന്നുന്നു കണ്ണ് കാണാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒരാൾ പിടിച്ചുകൊണ്ട് ആണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് അത് പിള്ളേർക്ക് നന്നായിട്ട് അതൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കുറേ പിള്ളേർ ഇതിൻ്റെ കൂടെ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. ദേവിക്ക് അകമ്പടിയായിട്ട് ഒരുപാട് വർണ്ണ നിറത്തിലുള്ള കലാരൂപങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എന്തോ കരകാട്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. അത് ഇങ്ങനെ നല്ലതായിരുന്നു കേട്ടോ. ഇത് സാധാരണ തമിഴരുടെ അവിടെ ഒരു ഇതാണല്ലോ അത്. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഓരോ ശിവനും പാർവതിയും അങ്ങനെ ദൈവങ്ങളുടെ കുറേ കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിരുന്നു കേട്ടോ. പിന്നെ വന്നത് ചെണ്ടമേളമാണ് കേട്ടോ. ചെണ്ടമേളം ഒരു രക്ഷയില്ലായിരുന്നു. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഭയങ്കര എനർജി ആയിട്ട് ഇന്ന് ചെണ്ടമേളം ചെയ്യുന്നുണ്ടായിരുന്നു. ചെണ്ടമേളം തന്നെ കുറേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതായത് ഇവരിപ്പോൾ ബോയ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ഗേൾസും ഉണ്ടായിരുന്നു. അതിലവർ മറ്റേ ചിങ്കി അടിച്ച് പാടുന്നുണ്ടായിരുന്നു. അത് ചിങ്കി അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് പറയുന്നത്. എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ അടിച്ച് പാടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഘോഷയാത്ര നമുക്ക് അമ്പലത്തിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് ഈ ദേവിയെ കൊണ്ടുപോയതിന് ശേഷം കുറേ പൂവ് അവിടെ ഈ നിൽക്കുന്ന ഓരോ സ്ഥലത്ത് അവർ പടുക്ക വെച്ചിട്ട് ദേവിയെ ആരാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പൂക്കളിങ്ങനെ വാരി ദേവിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എറിഞ്ഞ് കളിക്കുകയാണ്. പിള്ളേർക്ക് അതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ എല്ലാവരുടെ ദേഹത്തും കൊണ്ടുവന്ന് ഞാനങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഇടയിൽ എൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന് എറിഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വള്ളത്തിൽ ഗാനമേള കേൾക്കാനായിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് സൈഡിലേക്ക് വള്ളത്തിൽ ഗാനമേള ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിട്ട് നമ്മൾ അങ്ങനെ വള്ളത്തിൽ ഗാനമേള കേൾക്കാൻ പോയി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് വന്നേ. അമ്പലത്തിൻ്റെ അവിടെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുലുക്കി സർബത്ത് കഴിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുറേ പേരെ കണ്ടു. അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലേക്ക് വന്നു പൊങ്കാലയിടാനായിട്ട്. ഞാൻ മാത്രമാണ് പൊങ്കാലയിടാനായിട്ട് വന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നീതിക്കുന്നത്. അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞു. പൊങ്കാലയുടെ അന്ന് രാവിലെ നല്ല തിരക്കാണ്. അങ്ങനെ പൊങ്കാലയെല്ലാം കഴിഞ്ഞു നേരെ വീട്ടിലേക്കെത്തി. ഇനി അടുത്ത കാത്തിരിപ്പ് 1 വർഷം വരെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. എല്ലാ അമ്പലത്തിലും ആറ്റുകാലിലായിരുന്നാലും കരിക്കകത്തെ ആയിരുന്നാലും എല്ലാ അമ്പലത്തിലെയും പൊങ്കാലയ്ക്ക് വേണ്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.